പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേ വെറുതെ ഒരു കുസൃതി ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കുസൃതിയല്ല, അത് ഒരു സയൻറ്റിഫിക് തോട്ടാണ്. ചില എന്തുകൊണ്ടാണ് ഈ മൺസൂണില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭയങ്കര മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോയതാ, എന്തുകൊണ്ടാണ് ഈ മൺസൂൺ കാലത്ത് നമ്മുടെ ചെടികളില്ലേ, ചെടികൾ, മരങ്ങൾ എല്ലാം വളർച്ച അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഡോർഫായിട്ട് നിൽക്കും, ഡ്രൂപ്പായിട്ട് നിൽക്കും, അതായത് ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്? മഴക്കാലത്ത് നല്ല വെള്ളം കിട്ടുമ്പോൾ ചാടി വളരേണ്ടതല്ലേ, അതിന് പകരം നേരെ കിഴിപ്പോട്ടാണല്ലോ ചെടി വളരണത് എന്ന് ചിന്തിച്ച് ഞാൻ നമ്മുടെ ChatGPT സാധനം അടിച്ച് നോക്കി. എന്തുകൊണ്ടാണ് മൺസൂൺ കാലത്ത് ഇങ്ങനെ ട്രീസ് ഇങ്ങനെ ഡ്രൂപ്പ് മുരടിച്ച് പോണതെന്ന്. അപ്പോൾ അവർ 2-3 കാര്യങ്ങൾ പറഞ്ഞവർ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, ഈ മൺസൂൺ കാലത്ത് എപ്പോഴും മഴയായിരിക്കുമല്ലോ. മഴയായിരിക്കുമ്പോൾ ഈ മഴ മേഘങ്ങൾ എപ്പോഴും ഇങ്ങനെ ആകാശത്ത് തങ്ങി നിൽക്കുമോ, അത് കാരണം സൂര്യൻ അധികം പ്രകാശം കിട്ടത്തില്ലാത്തത് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഞാൻ ചിന്തിച്ചില്ല, പക്ഷേ ChatGPT സാധനമുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, ചെടിക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടത്തില്ല, അതുകൊണ്ട് അത് മഞ്ഞ നിറമായിട്ട് പറിച്ചു പിടിക്കും. രണ്ടാമതൊരു കാര്യം അത് പറഞ്ഞത്, ഈ വെള്ളം ഹെവി ഡൗൺ പോറല്ലേ, അപ്പോൾ വെള്ളം കെട്ടി നിൽക്കും ചുവട്ടിലൊക്കെ, മരത്തിൻ്റെയൊക്കെ പറമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ വെള്ളം കെട്ടുന്നത് എന്താ കുഴപ്പം, വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമില്ല, ഭയങ്കര സീരിയസ് വിഷയമാണ്. വേരിന് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടുന്ന് വെള്ളവും വലിക്കണ പരിപാടിയൊന്നും നടക്കത്തില്ല. വളവും വെള്ളവും ഒന്നും വലിക്കത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ലേ. അപ്പോൾ അവിടെയും ബ്ലോക്കാവും. പിന്നെ ഈ വെറ്റ് ഡിസീസ് എന്നും പറഞ്ഞ കുറേ സാധനമുണ്ട്. മഴ ഈർപ്പം ഉണ്ടെങ്കിൽ കുറേ ഫംഗസൊക്കെ വരും. അങ്ങനെയാണ് വേരിന് അഴുക്കലൊക്കെ വരണത്. അപ്പോൾ ചിലപ്പോൾ വേര് ചീലെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അവർ പറഞ്ഞാൽ അതിൻ്റെ വേപ്പിൻ്റെ എണ്ണ വേര് തേക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ചെടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കൂടുതലായിരിക്കും ചിലപ്പോൾ വേപ്പിൻ്റെ എണ്ണ വാങ്ങിച്ച് വേരിന് ട്രീറ്റ് ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെ പാടാണ് എല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം ഇത്രയും വിഷയങ്ങളാണ് അപ്പം ചെടിയുടെ നല്ല കാലമല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കാറ്റും മഴയും വന്ന് ചെടിയുടെ ബ്രാഞ്ചൊക്കെ ഒടിഞ്ഞു പോകും അല്ലേ, കാറ്റും മഴയൊക്കെ വരുമ്പോൾ. ചെടിയെ ചിലൊക്കെ വേരോടെ ചാഞ്ഞ് നിൽക്കും, ചെരിഞ്ഞ് നിൽക്കും, ചിലപ്പോൾ വീണ് പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരെക്കാൾ ഗതികെട്ടൊരു കാലമാണ് ഈ മൺസൂൺ വൃക്ഷങ്ങൾക്കെന്ന് പറയണത്. അതുകൊണ്ടാണ് ദൈവം എല്ലാ കാലത്തും വൃക്ഷങ്ങൾ ഉണ്ടാക്കാതെ, എല്ലാ കാലത്തും മൺസൂൺ ഇല്ലല്ലോ. അപ്പോൾ എന്ത് പരിപാലനമാണ് ചെടികളോട് കാണിക്കണത്? എല്ലാ കാലത്തും മൺസൂൺ ഉണ്ടാകത്തെങ്കിൽ മരങ്ങളുണ്ടാകത്തില്ല, നമ്മൾ മരുഭൂമിയായി പോയേനെ. അപ്പം അതുപോലെ തന്നെയാണ് വേദനകളും എല്ലാ കാലത്തും ഒന്നും ഉണ്ടാകത്തില്ല, അതെപ്പോഴും ഓർത്തേക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം സമയം ചുരുക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ. അതാണ് ആ വേദന ചുരുക്കാൻ കാര്യം, നിലനിൽക്കാൻ പറ്റത്തില്ല. മത്തായി 24:22 ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, മൺസൂൺ കാലമേ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ല. മരങ്ങളൊന്നും നിലക്കത്തില്ല, മനുഷ്യൻ നിലക്കത്തില്ല, എല്ലാം മരുഭൂമിയായി പോകും. എന്നാൽ ദൈവം അത് പരിമിതപ്പെടുത്തിയെന്നാണ് ബൈബിൾ പറയണത്. അപ്പം ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങളും അങ്ങനെയാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെ, എല്ലാ കാലവും ഇതുപോലെ ദുഃഖ ദുരിതമാണെന്ന് വിചാരിക്കരുത്. ഒരു ടൈം വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ കൊണ്ട് പ്രത്യാശയോടെ ഒരു മഴയില്ലാത്ത കാലത്തെക്കുറിച്ച് നമ്മൾ പ്രത്യാശ കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് കൂടി ഇതിൽ അർത്ഥമുണ്ട്. പിന്നെ കൂടാതെ ഇതിനകത്ത് വരുന്ന വിഷയമേ ഈ സോയിലിൻ്റെയൊക്കെ വളമില്ലേ,
വളമൊക്കെ വെള്ളത്തിൽ കലങ്ങി ഒലിച്ചു പോകും. അതിങ്ങനെ ഒരു വളം ഉണ്ടെങ്കിൽ തന്നെ, വളം ചുവട്ടിലുണ്ടെങ്കിൽ തന്നെ മൺസൂൺ വരുമ്പോൾ അത് ഒലിച്ചു പോകും. ഒലിച്ച് വല്ല പറമ്പിലും പോകും, ചിലപ്പോൾ വല്ല തോട്ടിലും പോയി ഒഴുകിപ്പോകും, വേസ്റ്റായി പോകും, ആർക്കും യൂസ് ആകത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഉണങ്ങത്തില്ലെങ്കിൽ മെലിഞ്ഞ് ഫലപ്പെടുവിക്കാത്ത രീതിയിൽ മെലിച്ചിൽ വരും. ഈ ഒരു കാലം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും മൺസൂണിൻ്റെ ഒരു കാലം. അതുകൊണ്ട് കർത്താവ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പോൾ ഈ മൺസൂൺ കാലം നമ്മുടെ മനുഷ്യർക്കും വരും ഇതുപോലെ. അതുകൊണ്ടാണ് ദൈവം ഈ മൺസൂൺ കാലം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും ക്രിസ്തുവായിട്ട് തന്നെ കാണണമെന്നും അവർക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ആണ് ബൈബിളിൻ്റെ നടപടിക്രമം. ബൈബിൾ നടപടിക്രമം അതാണ്, ആ സമയത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന്. സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജന്മദൗത്യം തന്നെ, ഇതൊരു ജന്മദൗത്യമായിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രോഗിയെ, കരഘവാസിനെ, നഗ്നനെയും വിശക്കുന്നവനെയും ഒക്കെ അവൻ്റെ മൺസൂൺ മഴ തോരാത്ത കാലങ്ങളിലെ, കണ്ണീര് തോരാത്ത കാലങ്ങളിലെ അവന് കൈത്താങ്ങായി നിൽക്കുന്നത് നിസ്സാരമല്ല. ശരിക്കും 25:35 എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഇതെല്ലാം അപ്പം നിങ്ങൾ ഓർക്കും, അവസാനം ഈശോയെ കുറിച്ച് പറയണത് എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. അവിടെയാണ് എനിക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക്. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പൊ ഇതിന്റെ വിഷയം നമ്മൾക്ക് ഈ വ്യാഖ്യാനങ്ങൾ വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതിനെ പെട്ടെന്ന് എടുത്ത് നിത്യതയുമായിട്ടാണ് കണക്ട് ചെയ്യണത്. എന്താണ്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകം മുതൽ നിങ്ങൾക്ക് ഒരിക്കലും രാജ്യം കൈവശമാക്കാൻ. അപ്പോൾ നിത്യതയുടെ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭാഗങ്ങൾ എപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, ഈശോ എന്താ പറയണത്? ചത്ത് കഴിയുമ്പോൾ അനുഗ്രഹിക്കുമെന്നാണ് പറയണത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹീതരായി. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഇത് വെച്ചിരിക്കണത്. ഇപ്പം നിങ്ങളെ മക്കളുടെ കല്യാണം നടക്കണില്ല, ജപ്തി നടപടിയാണ്, പറമ്പിന് വിസ പുതുക്കി കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി പ്രകാരം എന്താ പറഞ്ഞത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, അവരെ കുളിപ്പിക്കണം, അവർക്ക് പൈസ കൊടുക്കണം, നിങ്ങളുടെ വരുമാനം ഭക്ഷണമായിട്ടും സമ്പത്തായിട്ടൊരു പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അതിനകത്തൊരു ഓഫർ കിടക്കുന്നുണ്ട്. എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അത് ചത്ത് കഴിയുമ്പോൾ വിധിയാളനായിട്ട് കിട്ടണം മാത്രമല്ല, അത് ആ ഒരൊറ്റ നടപടിക്രമം കൊണ്ട് നമ്മൾ അത് അപ്പം തന്നെ ബ്ലെസ്ഡ് ആകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഈ വിഷയത്തെ, കാരുണ്യപ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, കാരുണ്യപ്രവൃത്തിയുടെ ഈ മൺസൂൺ കാലത്ത് മനുഷ്യനായി നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മളുടെ മൺസൂൺ കാലങ്ങളെ അതിജീവിക്കാൻ കഴിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് കരച്ചിൽ നിർത്തിയിട്ട് പറയുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങൾ KG ഹോസ്പിറ്റലാണ്, എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ്, അവിടെ ഹോസ്പിറ്റലാണ്, അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അച്ഛൻ മരിച്ച്, ബ്രദറല്ലേ പറഞ്ഞത്, ഈശോടുത്ത് ചോദിച്ചാൽ കിട്ടുമെന്ന്, എനിക്ക് അച്ഛനോട് ഒരു പ്രാവശ്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചെന്ന് പുറത്തിരുന്ന് ICUയിൽ ഇരുന്ന് പുറത്ത് പറഞ്ഞു. ഇതൊന്നും അറിയില്ല, അവർക്ക് മാസീവ് അറ്റാക്കായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഈ കൊച്ചിങ്ങനെയാണ്, ബ്രദറിലെ പറഞ്ഞത് ഈശോ ചോദിച്ചാൽ തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി ഇതെങ്ങനെ സാധിക്കും, ഇതിന് എന്ത് മറുപടി പറയാനാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ കൈയുടെ അടുത്ത് ബൈബിളുണ്ടാവും. ബൈബിളിൽ കൂടി ദൈവം എപ്പോഴും സംസാരിക്കും കേട്ടോ. അതൊരു ശീലമാക്കി വെക്കണം. അത് എന്ത് ഒറ്റ പ്രാവശ്യം എടുക്കാവൂ, ഒരു വചനം കിട്ടിയാൽ ദൈവം നിങ്ങളോട് സംസാരിച്ചാൽ, നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വചനം കിട്ടുന്നവരെ മരച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവം സംസാരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അത് മനസ്സിലാക്കണം, ഒരു വചനം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണെന്ന് ദൈവത്തോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ബൈബിള് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് 1:35 അമ്മ മാതാവ് ചോദിക്കുന്ന ചോദ്യം, ഇതെങ്ങനെ സാധിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖയോട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവുമെന്ന്. അപ്പോൾ ഒരു വചനം കിട്ടി, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാം സാധ്യമാവും. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരിക? അത് അപ്പോസ്തല പ്രവർത്തനം 2:38 നീ അനുദപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ നിറയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ തിരിച്ചാ കൊച്ചിനെ വിളിച്ച് ഇതെടുത്ത്, അമ്മയും ഉണ്ട് ഇതും ഉണ്ട്, ആകെ അമ്മയും മോളും മാത്രമേ ഉള്ളൂ, അച്ഛൻ അകത്ത് ഡോക്ടർ വന്ന് പറഞ്ഞ് മരിച്ചെന്ന്. ആ മോണിറ്ററിൽ കണ്ടിട്ടായി അവർ പറഞ്ഞത്. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു 30 സെക്കൻഡ് അകത്താണ്. അപ്പോൾ തന്നെ തിരിച്ച് വിളിച്ച് ഞാൻ പറഞ്ഞ് നീ അവിടെ മുട്ടിപ്പേ നിൽക്കുക, അമ്മയും നിൽക്കുകയും അനുദപിക്കുക, കൈയും പൊക്കി ICUയുടെ പുറത്ത് അനുദപിക്കുമെന്ന് പറഞ്ഞു. അവർ ഇതിലിരുന്ന് എടുത്തിട്ടില്ല, മറ്റേ വെൻറ്റിലേറ്ററിൽ വെച്ചിരിക്കുക. കൈയും പൊക്കി ഞാൻ പറഞ്ഞ് ചെയ്ത പാവത്തിനെല്ലാം ചൊല്ലി എന്നോട് ക്ഷമിക്കണേ ദൈവമേ, അച്ഛനെ ക്ഷമിക്കണേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ എന്ന് പറഞ്ഞ് അനുദപിക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ ദൈവമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തുള്ളൊരു നോക്കം, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതൊന്നും പ്രാർത്ഥിക്കുമ്പോൾ നീയും നിൻ്റെ ദൈവവും മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. മത്തായി 10:32 പറയണത്, ജനങ്ങളുടെ മുമ്പിൽ നീ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ നിൻ്റെ പേര് ഞാൻ എഴുതി വയ്ക്കുമെന്നാണ് പറഞ്ഞാൽ നീ എൻ്റെ സ്വന്തമാണെന്ന്. അവിടെ കോയമ്പത്തൂർ ഞാൻ ദിവസം കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് അവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. റോട്ടിൽ നിന്നിട്ടാണ് മുട്ടിപ്പേ നിൽക്കുന്നത്. അത് ചില നിയോഗത്തിന് വേണ്ടി മുട്ടിപ്പേ നിന്ന് ആൾക്കാർ നോക്കും. അവിടുത്തെ ട്രാഫിക് പോലീസൊക്കെ എന്നോട് ഒന്ന് പറയും, എന്താ ഇത്? ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം മുമ്പിലുണ്ട്, ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് ദൈവം ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. നീയും നിൻ്റെ ദൈവവും മാത്രമേ പാടുള്ളൂ മുമ്പിൽ, വേറെ ആരും പാടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ആ കൊച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നേഴ്സ് ഓടി വന്ന് പുറത്തിരുന്നു. അതിൻ്റെ അമ്മയും കൈയും പൊക്കി മുട്ടിപ്പേ നിന്നപ്പോൾ ഓടി വന്ന് മോണിറ്റർ വർക്ക് ചെയ്തെന്ന്. മോണിറ്റർ വർക്ക് ചെയ്തിട്ട് വീണ്ടും ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. വെന്റിലേറ്ററിലാണ്. ഇവിടെ വന്ന് അവർ സാക്ഷ്യം പറഞ്ഞു. അങ്ങേര് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ, ഈ സ്റ്റേജിൽ ഇരുന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ക്ലെമൻ്റ് ഉണ്ട് ഞങ്ങളെ പ്രാർത്ഥനയിലുള്ള, ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ അതിൽ അതിശയം എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്ക് 80% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് കാണുന്നില്ല. അതിൽ പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് മോളിൽ കയറി വന്ന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ അനുതാപത്തിന് അത്രയ്ക്ക് പവറാണ്. നമ്മ വാതിൽ തുറന്നു കൊടുക്കണം ദൈവത്തിന്. അപ്പം നീ പ്രവർത്തിക്കണം. പ്രവർത്തിക്കേണ്ടത് അനുദപിക്കുമ്പോൾ നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിക്കേണ്ടത്, ഈ പാപിനിയായ സ്ത്രീയോട് ഈശോ പറഞ്ഞത്, ഞാനും നിന്നെ വിധിക്കില്ല, നീ വീണ്ടും ആ പാപം ചെയ്യരുത്, വീണ്ടും പാപം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പാപം അത് ശ്രദ്ധിക്കണം. പാപം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃപ വേണം. എഫേസ്യർ 2:5 പറയണത് കൃപ വഴിയെ നീ രക്ഷ പ്രാപിക്കുന്ന. അപ്പോൾ കൃപ കിട്ടാൻ നീ എന്ത് ചെയ്യണം? പ്രവൃത്തിയിൽ കാണിക്കണം. അനുദപിച്ച് കഴിഞ്ഞാൽ കൃപ കിട്ടുന്ന എങ്ങനെയാണ്? ഈശോയിൽ വിശ്വസിക്കണം. ഈശോയുടെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എങ്ങനെയാണ്? ബൈബിൾ വായിക്കണം, വചനം വായിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
വചനം വായിക്കുമ്പോഴാണ് നമുക്ക് അനുദപിക്കാൻ പറ്റുക. വചനം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. അത് നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി കഥപുസ്തകം വായിക്കുന്ന പോലെ എങ്ങനെയും വായിച്ച് തീരിക്കണമെന്ന് പറഞ്ഞില്ല വായിക്കേണ്ടത്. നിങ്ങൾ അരമണിക്കൂർ ബൈബിള് ഈ വായിക്കണമെന്ന് ഉടമ്പടിയിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു അധ്യായം മാത്രം 4 പ്രാവശ്യം വായിക്കുക. ഒരു അധ്യായം മാത്രം ഒരേ ലൈൻ എടുത്തെടുത്ത് വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്കൊരു 5 ലൈൻ വായിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. 5 ലൈൻ മനസ്സിലാക്കി അത് 10 പ്രാവശ്യം 20 പ്രാവശ്യം 30 പ്രാവശ്യം അതിങ്ങനെ വായിക്കുക. അനുതാപം ഉണ്ടാവും, കണ്ണ് നിറയും നിങ്ങളുടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നെ ഇത്രയാണ് സ്നേഹിക്കുന്നത്, അത് പരിശുദ്ധാത്മാവ് നിറയും. അപ്പോൾ ഇത് അനുദപിക്കേണ്ടത് പ്രവൃത്തി വഴിയാണ്. 26-20 പറയുന്നത് അപ്പോസ്തലപ്രവർത്തനം 26-20 അതാ പറയുന്നത്, പ്രവൃത്തി വഴിയാണ്. അപ്പോൾ ദിവസവും ബൈബിൾ വായിക്കണം. പിന്നെ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നത്രയും കുർബാനയ്ക്ക് പോകണം. കുർബാനയ്ക്ക് ഉറപ്പായിട്ട് പോകണം. കുർബാനയിലാണ് നീ രക്ഷപ്പെടുന്നത്. കുർബാനയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരൻ. നീ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് വരിക എന്നാ, കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക എന്നാ. അത് കുർബാന വഴിയാണ്. അത് ഉടമ്പടിയിൽ അതെല്ലാം ഉണ്ട്. നീ ഉടമ്പടി എടുക്കുക. ഒറ്റ വാക്കി പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് വരിക. അതിൽ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഈ അനുതാപം എന്ന് പറയണത് അവബോധമാണ്, ബോധ്യമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ദൈവം എന്തോരമാണ് എന്നെ സ്നേഹിക്കുന്നത്, എത്ര വാഗ്ദാനങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറാനാണ് ഈശോ കുരിശിൽ മരിച്ച്. ആ വാഗ്ദാനം എനിക്ക് തരാനാണ്, പക്ഷേ ഞാൻ വാതിലടച്ച് വെച്ചിരിക്കുക. അത് നീ അനുദപിച്ച് ഇതുപോലെ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ നിനക്ക് കാണാൻ സാധിക്കും. ആ സ്പോട്ടിൽ കിട്ടും. ആ സ്പോട്ട്. പ്രൈസ് ദി ലോർഡ്. അത് പ്രവൃത്തി തന്നെ കാണിക്കണം. അത് പ്രവൃത്തി കാണിക്കണം. ദൈവമേ, നിനക്കെതിരെ ഞാൻ പാവം ചെയ്തു പോയി, ചുങ്കക്കാരനെ പോലെ എനിക്ക് ഒരു യോഗ്യതയില്ല. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കൊരു യോഗ്യതയില്ലാതെ ദൈവം എന്തിനാണ് ഇത്രയും എന്നെ സ്നേഹിക്കുന്നത്? ആ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടിയത്. ആ ഒരു ബോധ്യമാണ്. ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അത് കുരിശ് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്യും? ബൈബിൾ വായിക്കണം. പിന്നെ പ്രവൃത്തി എന്താ? ഏത് പാപത്തിനെക്കുറിച്ചാണ് നീ അനുദപിക്കുന്നോ അതിൽ ആർക്കെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നിരത്തി കൊടുക്കണം. അവർക്ക് ചിലപ്പോൾ അപമാനമായിട്ടുണ്ടാകും. അവരോട് പോയി ക്ഷമ പറയണം. അവരെക്കുറിച്ച് നീ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. അവരോട് തിരിച്ചു പോയി നീ പറയണം, എനിക്ക് തെറ്റിപ്പോയി. നീ അനുദപിച്ചത് പ്രവൃത്തിയിൽ കാണിക്കണം. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം ഉണ്ടാകും, ഉറപ്പാണ്. എന്താണെന്നാ, ദൈവം അനുദപിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സഹനങ്ങൾ അനുവദിച്ചു തരണം. ദൂതപുത്രന് കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സഹനങ്ങൾ സഹനമായിട്ട് കാണരുത്. ലോകത്തിൻ്റെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അത് മരണമാണ്, എന്ന് വെച്ചാൽ വേദനയാണ്. നമുക്ക് അത് മാറ്റി ഞാൻ അനുദപിക്കാനുള്ള സമയം ദൈവത്തിൻ്റെ വിളിയാണ് എന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? കുറച്ച് ഈ ചെറിയ ടിപ്സേ ഉള്ളൂ ഇത്. പക്ഷേ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ശ്രമിച്ചു നോക്കിയാൽ മതി. ശ്രമിച്ച് നോക്കി വരുമ്പോഴത്തേക്കും തീരും. അപ്പോൾ ദൈവം എപ്പോഴും അതുതന്നെയാണ്. ഞാനും ജോസഫ് അച്ഛനും ഇവിടെ വേളാങ്കണ്ണി പോയപ്പോഴത്തേക്കും അവിടെ പാപവും അച്ഛന് കിട്ടിയത്, അനുഗ്രഹവും കിട്ടിയത്. അപ്പോൾ പാപത്തിന് അനുദപിക്കുമ്പോൾ അനുഗ്രഹം നിനക്ക് കിട്ടും. അതുതന്നെയാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്. ആ ഉടമ്പടിക്ക് വന്നിരിക്കുക. അപ്പോൾ അനുതാപം പഠിക്കണം. അത് മനസ്സുകൊണ്ട് അത് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ്? ദൈവസ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്തോരം എന്നെ സ്നേഹിക്കുക, ഏത് അവസ്ഥയിലും ദൈവം അതേപോലെ എന്നെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഉത്കണ്ഠയൊക്കെ വിട്ട്, സങ്കടമില്ല വിട്ട് ദൈവ സാന്നിധ്യത്തിലാണ്, അമ്മയുടെ മുമ്പിൽ തന്നെയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ അമ്മയുടെ മുമ്പിലാണ് ഞാൻ ഉള്ളൊരു ബോധ്യത്തിലിരിക്കുക. അപ്പം ചെറിയ ചില കാര്യങ്ങളുണ്ട്. ആ ഒരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ദൈവം ഒരുക്കി തന്നത്.
ഇത് സംസാരിക്കാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും വലിയ അനുഭവങ്ങളുണ്ടാകും. എന്തുകൊണ്ട് അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ ആ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മൾ ഉടമ്പടി എടുക്കാനാണ് വന്നിരിക്കുന്ന. ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പിന്നെ പ്രശസ്തിയില്ല. അവിടെ നിങ്ങളുടെ ഉത്കണ്ഠയ്ക്കും പ്രശസ്തിയില്ല. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതെന്താണെന്നാ, ഞാനും അച്ഛനും ധ്യാനിപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനമാണ് കാനഡ പോയിരുന്നത്.